ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നോമ്പൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നോ നാളെ പെരുന്നാളെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ പെരുന്നാളാവും എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ മൈലാഞ്ചി ട്യൂബും കാര്യങ്ങളൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വിശേഷങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പെരുന്നാളാവിന് നമ്മൾ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇട്ടിട്ടില്ല, ഷോർട്സാണ് ഫുള്ളും ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ലോങ് വീഡിയോയിൽ നമ്മളെ പെരുന്നാളാവിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ മൈലാഞ്ചി ട്യൂബ് വാങ്ങിയെന്നാണ് എണ്ണയിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ ഇനി അടുത്തത് കാണാൻ വേണ്ടി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയന് ഉവൈസിൻ്റെ ബർത്ത്ഡേ അല്ല, ഉവൈസ് 30 നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. 30 നോമ്പല്ല, 28, 29 നോമ്പ് പിടിച്ചിട്ടുണ്ട്. ഇതുവരെ ഉള്ളത് ഫുള്ളായിട്ട് നോമ്പ് പിടിച്ചിട്ടുണ്ട്. അവനക്കൊരു കുഞ്ഞ് സർപ്രൈസൊക്കെ കൊടുക്കാൻ ഇപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സൈക്കിൾ വാങ്ങി കൊടുക്കണം എന്നുള്ളത്. കുറേ ആയോ പറഞ്ഞു സൈക്കിൾ വേണം എന്നുള്ളത്. ആയിഷയ്ക്ക് പിന്നെ നമ്മൾ സ്കേറ്റ് ഷൂ വാങ്ങി കൊടുത്തിരിക്കുന്നതല്ലോ ഓൾറെഡി. അപ്പോൾ ഉവൈസിന് ഒരു സൈക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അവന് കുറേ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയണം. എടുക്ക് വാങ്ങലുണ്ട്, പിന്നെ അവന് ഓവർ പുറത്ത് പോകാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ അത് സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോവാണ്. സർപ്രൈസ് ആവില്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതാ നോമ്പൊക്കെ തുറന്ന് നേരെ സൈക്കിൾ വാങ്ങാൻ വേണ്ടി പോവാണ്. വീട്ടിൽ ആർക്കും അറിയില്ല, പെട്ടെന്ന് ഇപ്പം എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞതാണ് ഒന്ന് പോയിട്ട് വരാമെന്നുള്ളത്. അങ്ങനെ ഞാൻ നേരെ ഇപ്പൻ്റെ കൂടെ ചാടി കയറി വന്ന് നമ്മൾ നേരെ വന്ന് ചക്കപ്പായിലാണ് കേട്ടോ. സൈക്കിളൊക്കെ കണ്ട് നമ്മൾ കൺഫ്യൂഷനാണ് ഗൈസ്. അപ്പോൾ ഫൈനലി ഗൈസ് നമ്മൾ ഈ ഒരു സൈക്കിൾ ഉറപ്പിച്ചു. ഇതാണ് വോയിസിന് ഇഷ്ടമായത്. കാരണം നമ്മൾ സ്കൂളിലേക്ക് ഒരു വട്ടത് വാങ്ങിക്കുന്നില്ലേ. അപ്പോൾ സ്കൂളിലേക്ക് ഏതോ ഒരു കുട്ടിക്ക് ഗിഫ്റ്റായിട്ട് ഈ സൈക്കിൾ കൊടുത്തു. അപ്പോൾ മുതൽ വോയിസിനാക്കിയിട്ടും ഈ ഒരു സൈക്കിൾ കാണുന്നതാണ്. നമ്മൾ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. തീരുമാനമാറ്റി ഈ സൈക്കിൾ എടുത്തു ഗൈസ്. കറക്റ്റ് 10 ദിവസം കഴിഞ്ഞിട്ട് ടൈറ്റ് ആക്കുക. 3 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി കൊടുക്കുക, ടൈറ്റ് ആക്കുക. പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ട് ഇതാണ് ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ അടുത്ത റമദാൻ? എനിക്ക് പക്ഷേ എനിക്ക് നല്ലപോലെ ഇപ്പോഴും നോമ്പൊന്നും പിടിക്കാൻ കഴിയില്ല. പനിയാണ് ഇപ്പോഴും സ്റ്റിൽ. സൈക്കിളിൽ പറയലുണ്ടോ? അവനക്ക് ഇടയ്ക്കിടയ്ക്ക് സൈക്കിൾ വാങ്ങും, അത് കൊണ്ടിട്ട് പരിപ്പളക്കും, പിന്നെ അത് പരിപ്പളക്കും. ഇപ്പൊ കുറച്ചായി സൈക്കിൾ ഇല്ലാണ്ടായിട്ടില്ലേ? എന്നാ സൈക്കിൾ കിട്ടിയ പിന്നെ വോയിസിനെ പിടിച്ചാൽ കിട്ടില്ല. ഫുള്ള് കറക്റ്റായിട്ട്. ഇതെന്താ ഈ സീറ്റ് മാറ്റുക? നേരെ പോയി അപ്പൊ ആൾക്കാരില്ലാത്ത വൈക്കൂടിയെ പോവാം. അപ്പൊ വാറണ്ടി കടലാസ് വാറണ്ടി ഉള്ളി വെക്കി പമ്പ് വെക്കാൻ കഴിയും. കാറെടുത്ത് അവനക്ക് മനസ്സിലാവും. ഇരിക്കട്ടെ ഗൈസ്, വീട്ടിലെത്തിയിട്ട് കാണാം. കാരണം സൈക്കിൾ ഇങ്ങനെ തിരിച്ചു വെച്ച് കയറ്റിക്കണം. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ട് സൈക്കിൾ ഇവിടെ വെച്ച് നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് വോയിസിനെ വിളിച്ചിട്ട് വരാം. സൈക്കിൾ കഴിഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് വാപ്പസ് സംഭവം കൊടുക്കുന്നുണ്ടെന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ കുറവുകൾ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. എന്തായാലും മൈലാഞ്ചി ഇട്ടിട്ട് വരാം. നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. എന്തായാലും എനിക്ക് കുറേ ആയി ഞാൻ ഇട്ടിട്ട്. മൈലാഞ്ചി ഇടാൻ എനിക്ക് വലിയ രീതിയിൽ അറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഏത് ഡിസൈനാണ് പെടുക? സിമ്പിളായിട്ടുള്ള ഗൈസ്, ഈ കാണുന്ന ഡിസൈൻ ഇട്ടാലോ? ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇത് അടിപൊളിയല്ലേ? അപ്പം നമുക്ക് ഇതിടാം. ഒരു മോഡലാണെങ്കിലും ഇതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇതേപോലെ അച്ചടിച്ച പോലെയല്ല, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ? ഞാൻ എന്തായാലും ഇട്ടിട്ട് വരാം. വീഡിയോ എടുത്തുകൊണ്ട് ഇടാന്നുണ്ടെങ്കിൽ ഫുള്ള് പോകണം. എന്തായാലും ഇട്ട് കഴിഞ്ഞിട്ട് വരാം. ഫ്ലോപ്പായി ഗൈസ്, ഫ്ലോപ്പായി. ഈ സാധനം വരുന്നില്ല ഗൈസ്. പക്ഷെ ഇത് എനിക്ക് സ്മെല്ലില്ലാത്തതുകൊണ്ട് അറിയില്ല. മെല്ലാഞ്ചിന് സ്മെല്ലില്ലല്ലോ. സ്മെല്ലുണ്ട്, ഒരു സ്മെല്ല, ഒരു ഫിനായിൽ സ്മെല്ലാണ്.
കോഴിപ്പൊരിച്ചാൽ നോമ്പില്ലേ ആയിഷ? പൈസ കോഴിപ്പൊരിച്ച എന്താണ് അത്തായി കളത്തി നോമ്പുള്ളവരെ മുന്നിൽ കഴിക്കാം. ആർക്ക് നോമ്പ്? അത് വരുന്നുണ്ട്. ഞാൻ മൈലാഞ്ചി ഇട്ട് ഫസ്റ്റ് ഞാനൊരു സർക്കിൾ വെച്ചെടുക്കുന്നത്. മൈലാഞ്ചി ആകണ്ട ഇന്നെ കാണാം. ഒന്നങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയാൽ കഴിഞ്ഞ് കഴിച്ചു. എപ്പോഴും എപ്പം ഞാനിങ്ങനെ കാണിക്കുന്ന ഈ ഒരു സംഭവം മൈലാഞ്ചി ഇട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായാൽ അത് നേരെ തലയിലേക്ക് പോകും. പിന്നെ നാളെ കുളിക്കുമ്പോൾ ഫുള്ള് തലയിലുണ്ടാവും മൈലാഞ്ചി. എന്തെങ്കിലും ഡിസൈന് നമ്മളതായിട്ടുള്ള ഓൺ ഡിസൈൻ ഉണ്ടാവും. അപ്പോൾ ആ ഡിസൈൻ വേണ്ട? അത് വേണ്ട. ശരി, എനിക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഐഡിയ ഉണ്ട്. ഐഡിയ ഇങ്ങനെ ഇട്ടേണ്ടി കാണാം. ആദ്യമായിട്ടും അവസാനമായിട്ടു. അങ്ങനെ ഗൈസ് മാസം കണ്ടിരിക്കുകയാണ്. നമ്മൾ ഫിത്തറരി കൊടുക്കാൻ വേണ്ടി പോവാണ്. മാസം കണ്ടിട്ടുണ്ട്. ആരോ വരുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പം നമ്മളെ സായിക്കാക്ക വീട്ടിലെത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. സൂര്യൻ വെച്ച മോളെ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖൈർ മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഇത് മുബാറക്. ഞങ്ങൾ ഫിത്തറരി കൊടുക്കാൻ വേണ്ടി പോവാണ്. ആയിഷനെ കുറേ നേരമായിട്ട് ഇവിടെ കിടന്ന് അപമാനിക്കണേ. കേറ് കേറ്. ഓ മൈ ഗോഡ്. എന്തിനാണ് ആ കുട്ടീനെ എങ്ങനെ ഇളിയിപ്പിക്കുന്നത്? ശരിയാ, അത്താതിന്റെ വണ്ടിയല്ലേ ഇത്? പിന്നെ ഇടയ്ക്ക് വെല്ല പോവാ. ഞാനിട്ട മൈലാഞ്ചി ഇതാണ്. ഫുൾ ഫ്ലോപ്പായി. ട്യൂബ് ഒരു ശരിയില്ല. ഇവിടെയൊക്കെ നല്ലപോലെ ഇട്ട് പിന്നെ കൊളായി. ചെരുപ്പൊക്കെ നല്ല രീതിയിൽ ഇടാൻ കഴിയും. എന്റെ കാലി. അപ്പൊ നമ്മള് 1-2 വീടുകളിൽ ഫിത്തറരി കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മള് എല്ലാ സ്ഥലത്തും ഫിത്തറരി കൊടുത്തിട്ട് മാസം കണ്ടു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയായി നമ്മളിങ്ങനെ കൊണ്ടു കൊടുക്കണം. അപ്പൊ നമ്മളിത് കൊണ്ടു കൊടുക്കാൻ പോവാണ്. വണ്ടി നിറച്ച് ഫിത്തറരിയാണ്. നമ്മളെ വീടിന്റെ അടുത്താണ് പോകുന്നത്. അതുകൊണ്ട് അതിന് ഹെൽമെറ്റ് വിടാത്തത്. ഫസ്റ്റത്തെ വീട്ടിൽ കൊണ്ടു കൊടുക്കാം. ഫസ്റ്റത്തെ വീട്ടിലെത്തി കൊടുക്കട്ടെ. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്ത് കൊടുക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് അരിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരൊറ്റൊന്നും കൂടി ബാലൻസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ശിവക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. കുറേ നേരം 2 ദിവസം നമ്മൾ വീട്ടിലാൻ പോയി ഒരു സ്ഥലത്ത്. കുറച്ചുകൂടെ റാത്തായിട്ട് വീട്ടിലെത്തണേ. ഡ്രസ്സ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അച്ഛൻ്റെ പാൻറ് ഷേപ്പ് ചെയ്താൽ നോക്കട്ടെ. ബാക്ക് നോക്കട്ടെ. ഇത് ഷേപ്പ് ചെയ്ത് ഇവിടെ കേട്ടോ ടെക്ക് ഇട്ടത്. ഇത് ഇവിടെ ഇടണതിന് പകരം ഇവിടെ ഇട്ടാൽ മതി അല്ലേ? ഇത് ഇങ്ങനെ ആകുമ്പോ ബാക്ക് ഒരു ബോറ് ഉണ്ടല്ലേ. ഓക്കെന്റെ പെരുന്നാളില്ലേ ആയിഷ? അങ്ങനെ ഡ്രസ്സൊക്കെ ഫുള്ള് ഷേപ്പാക്കി നമ്മൾ പോവാണ് ഗൈസ്. എവിടേക്കാ പോകുന്നത്? എവിടേക്കോ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫാൻസിലെത്തി ഗൈസ്. കേട്ടോ കേട്ടോ, അത് രസമുണ്ട്. ഇതെടുത്തോ. അതൊന്നുണ്ട് മറ്റേത് ഇട്ടോണ്ട. ജലദോഷം പിടിച്ചിട്ട് ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇത് രസമുണ്ട്, അത് രസമുണ്ട്. രണ്ടും ഒരേപോലത്തെ റൗണ്ടാണ്, സ്ക്വയറാണ്. ഏതാ രസം നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫാൻസി കുറേ സാധനങ്ങൾ വാങ്ങി. പകുതിക്ക് നമ്മളെപ്പോൾ കൂട്ടാൻ വന്ന് അങ്ങനെ എപ്പൻ്റെ കൂടെ നമ്മൾ എങ്ങോട്ടാന്ന് അറിയാണ്ട് പോയിങ്ങോട്ട് നിൽക്കുകയാണ്. ഇവിടൊക്കെ ഫുള്ള് ലേറ്റാണ്. പെരുന്നാളിക്ക് വലിയൊരു അനുഭവം ഉണ്ട്. എന്താ?
എൻ്റെ ഒരു ജീവിതത്തിൽ തന്നെ ആ ഒരു അതായത് വേറൊരു മതത്തിൽപ്പെട്ട ഒരാളാണ് എന്നെ ഒരു ഇരുപാർക്കാരെ വിളിക്കുന്നത്. അത്തോളിയിൽ നിന്ന് ഒരു ചേച്ചിൻ്റെ വിളിച്ചിട്ട് ഇവിടെ പറയുന്നത് ഇരുപാർക്ക്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് മാസം കണ്ടോന്നുണ്ട്. മാസം കണ്ടത് ഒരു മാസം കണ്ടിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ മതത്തിലിരുന്നു. അപ്പം അതൊരു മതസുവാസമുള്ളൊരു ഒരു ഒരു സമനീയമായൊരു പെരുന്നാളാണ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ സന്തോഷമായി. അവരോട് തെറ്റി എന്ന് പറഞ്ഞു. ഇത് കാണാം. ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് കാണാനാണ് ഇപ്പോൾ വെറുതെ വന്നത്. അങ്ങനെ പെരുന്നാളിൻ്റെ പകുതി മുക്കാൽ ടൈമും കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ പ്രഷർ ഡൗൺ ആവുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പോയി കിടക്കും, വീഡിയോ സ്റ്റെക്കാവും. അപ്പോൾ നമ്മൾ വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അത് വാങ്ങിക്കോ. അങ്ങനെ കഴിച്ച് നമ്മൾ മാത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ലൈറ്റും പരിപാടികളുമാണ്. ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് വാങ്ങാൻ വേണ്ടി വന്നതല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ ലൈറ്റും കാര്യങ്ങളും എല്ലാ പ്രാവശ്യം പെരുന്നാറാവിന് എന്തായാലും നമുക്ക് ഇവിടെ വരണം. കാരണം ഇവിടെ വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. ഫുൾ ലൈറ്റും കാര്യങ്ങളും, പിന്നെ ഫുൾ ആൾക്കാരാണ്. രാവിലെ വരെ ഫുൾ ആൾക്കാരായിരിക്കും ഉണ്ടാവുക. പിന്നെ സൈഡിൽ കുറേ ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ, പിന്നെ ഡ്രസ്സുകൾ, ചെരുപ്പ്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ തിരക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇതൊക്കെയാണ്. കൂടുതലായിട്ട് എനിക്കൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ വയ്യും. അപ്പോൾ ഒന്ന് കുറച്ച് നോമ്പ് സ്റ്റാർട്ട് ചെയ്യും മുതൽ തന്നെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്നു. കാരണം പ്രഷർ കുറയുക, ഈ നോമ്പ് പിടിക്കുമ്പോൾ വേഗം ടയേർഡാവും. അതുകൊണ്ട് പുറത്തുനിന്ന് നല്ല വെയിലായതുകൊണ്ടൊക്കെ പെട്ടെന്ന് എനിക്ക് അതെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല രീതിക്ക് നടന്നില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മളെ പെരുന്നാൾ രാവ് വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പെരുന്നാരാവ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വലിയമ്മ റൂമിൽ കിടക്കാണ്, എനിക്ക് കിടക്കണം. വലിയമ്മ എന്തൊക്കെയോ പറഞ്ഞ് കുറേ നേരം വിളിക്കുന്നു. ഞാൻ എന്തായാലും വിഷ്ണുവിൻ്റെ അടുത്ത് പോയി നോക്കട്ടെ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്നും ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നാളെ പെരുന്നാൾക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ടാറ്റ ബൈ.